അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെല്ലാവരും പരിശുദ്ധ ഖുർആനെ നിത്യവും ഓതുന്നവരാണല്ലോ അല്ലേ. എനിക്ക് എന്തെങ്കിലും എൻ്റെ വലിയ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഇടങ്ങേറൊക്കെ വന്നാൽ ആദ്യം ഖുർആൻ പാരായണം ചെയ്യട്ടോ. അൽഹംദുലില്ലാ എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറലുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം എന്ന് കരുതിയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ പരിശുദ്ധ ഖുർആനെ തെറ്റുകൂടാതെ എങ്ങനെ ഓതാം, തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം. കാരണം നമ്മൾ ദിവസവും ഒരുപാട് പുസ്തകങ്ങളും മറ്റൊക്കെ വായിക്കുന്നുണ്ടല്ലേ. അതുപോലെ വായിച്ചാൽ പോലല്ലോ നമ്മളെ പരിശുദ്ധ ഖുർആന്. അതിൻ്റേതായിട്ടുള്ള തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത് ഓതാൻ പറ്റുള്ളൂ. അങ്ങനെ ഓതിയാൽ അതിൻ്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്നറിയോ. വളരെയധികം പവർഫുള്ളാണ്. ഈ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ ഖുർആനിലൂടെ ചികിത്സ എന്നുള്ള ഒരു പുസ്തകം തന്നെ ഉണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ നമ്മളെന്തെങ്കിലും ആഗ്രഹം നമുക്ക് മനസ്സിൽ വരികയാണ്, ഒരു വീട് വേണം, അങ്ങനെ വീട് പണി പെട്ടെന്ന് പൂർത്തിയാവാൻ അതിനുള്ള സൂറത്തുകളുണ്ട്. എന്തെങ്കിലും രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കുള്ള അതിനുള്ള സൂറത്തുകളുണ്ട്, സൂറത്ത് ഫാത്തിഹ പോലുള്ള. അതുപോലെ തന്നെ കണ്ണീർ, സിഹർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നിറവേറാൻ, തടസ്സങ്ങളൊക്കെ മാറാൻ സൂറത്ത് ഫത്ഹ്, അങ്ങനെ ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറാൻ, ഒരു ഉദ്ദേശമൊക്കെ പൂർത്തിയാവാനുള്ള പല സൂറത്തുകളും പരിശുദ്ധ ഖുർആനിലുണ്ട്. വിവാഹം ശരിയാവാൻ, ആൺകുട്ടികൾ ഉണ്ടാവാൻ, കുട്ടികൾക്ക് സൗന്ദര്യം ഉണ്ടാവാൻ, അതുപോലെ തന്നെ ഗർഭിണികളായ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് അംഗവൈകല്യം ഇല്ലാതിരിക്കാൻ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ജോലി ഇല്ലാത്തവർക്ക് ജോലി, അങ്ങനെ എല്ലാത്തിനും എണ്ണി പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അതിനൊക്കെ ഉള്ള പരിഹാര മാർഗം നമ്മൾ ഈ പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ നമുക്ക് എന്താ ഉള്ളത്, ഈ ഖുർആനിലുണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഓതുകയാണെങ്കിലും അത് നമുക്ക് അതൊരു ശരിയായ എങ്ങനെയാണ് നമുക്ക് നല്ല അക്ഷരസ്ഫുടതയോടുകൂടി തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെ ഓതാന്ന് നമ്മളിൽ പലർക്കും അറിയില്ല അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ടൊരു ക്ലാസ് കൊടുത്താലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു ക്ലാസ് എടുത്താലോ. ഖുർആൻ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഓതി പഠിക്കാം. നമ്മൾ സാധാരണ കഥ ബുക്ക് വായിക്കണ പോലെ അങ്ങനെയൊന്നും നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റൂലല്ലോ. അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് മദ്ദില്ലോടത്ത് മദ്, ശ്രദ്ധയില്ലോടത്ത് ശ്രദ്ധ, മണിച്ചോതേണ്ടോടത്ത് മണിച്ചോത്, അങ്ങനെ ചിട്ടയോടുകൂടി വേണ്ടേ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ. ചിലരൊക്കെ പറയണ ഞാൻ കേട്ടിരിക്കണേ, ഞാൻ അതൊക്കെ ഓതിയിട്ടും എൻ്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറിയിട്ടില്ല. പക്ഷെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നല്ല നിയ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഓതിയാൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പൂർത്തിയാക്കി തരും. അത് ഷുവറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അത് പഠിച്ചാനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങളെ കുറിച്ചിട്ട് വരും വീഡിയോയിൽ അങ്ങനെ ഇടാനാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ. ഖുർആൻ വിശുദ്ധ ഗ്രന്ഥം മാത്രമല്ല, അള്ളാഹു മനുഷ്യരാശിക്കായിട്ട് അവതരിപ്പിച്ച ജീവിത മാർഗദർശനമാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് ഖുർആനിലൂടെ ചികിത്സ എന്ന് പറഞ്ഞതുപോലെ ഖുർആനിലൂടെ നമുക്ക് വേണ്ട എല്ലാ പരിഹാര മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ സന്ദർഭത്തിലായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത്
ഓരോ മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്യമാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖുർആൻ ഓതുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ചിലപ്പോൾ ഖുർആൻ നമ്മൾ വീട്ടിലുണ്ടാകും, പക്ഷെ നമുക്ക് ഖുർആൻ ഓതാനുള്ള മനസ്സ് വരലില്ലല്ലേ. ഖുർആൻ എടുക്കണ്ടേ അങ്ങനെ കരുതി നിൽക്കുമല്ലോ നമ്മൾ. അത് നമുക്ക് ഖുർആനൊക്കെ ഓതാനുള്ള മനസ്സൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് ഖുർആനുമായി ബന്ധമുള്ളവരുടെ മഹത്തായ പദവിയെ വ്യക്തമാക്കുന്നു. അതുപോലെ ഖുർആനിലെ ഓരോ അക്ഷരവും വായിക്കുമ്പോൾ ഒരു നന്മ ലഭിക്കുകയും ആ നന്മക്ക് 10 ഇരട്ടി പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖുർആൻ പാരായണം ഹൃദയത്തിന് സമാധാനവും മനസ്സിന് ആശ്വാസവും നൽകുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമോ പ്രയാസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് നമ്മൾ വുളു എടുത്തുക്കാണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതിമനോഹരം, അത്യുത്തമം. എന്നിട്ട് ഖുർആൻ പാരായണം നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിയാൽ നമ്മളെ മനസ്സിന് നമുക്ക് തന്നെ ഒരു നല്ലൊരു ആശ്വാസം സമാധാനമൊക്കെ ലഭിക്കും. എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടേ. അൽഹംദുലില്ലാ, അത്ഭുതം തന്നെ നമുക്ക് കാണാൻ കഴിയും. വിഷമങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ ഖുർആൻ വിശ്വാസിക്ക് പ്രത്യാശയും ആത്മവിശ്വാസവും പകരുന്നു. ഖിയാമത്ത് നാളിൽ ഖുർആൻ പാരായണം ചെയ്തവർക്ക് ഖുർആൻ ശുപാർശ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വെറും പാരായണം ചെയ്യുക മാത്രമല്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ നടപ്പിലാക്കുന്നതാണ് യഥാർത്ഥ വിജയം. ദിവസവും കുറച്ച് സമയമെങ്കിലും ഖുർആൻ ഓതുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മൾ ഓരോ പുസ്തകങ്ങളൊക്കെ വായിക്കുമല്ലോ, കുരുന്നുകൾ, അങ്ങനെ ഓരോ ബാലരമ, അങ്ങനത്തെ ബുക്കുകളൊക്കെ നമ്മൾ കിട്ടി നമ്മൾ വായിക്കും. അതേപോലെ തന്നെ അതിമനോഹരമാണ് ഖുർആനിലെ ഓരോ വചനങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിലെ ഒരു അംഗമായിട്ട് തന്നെ നമ്മൾ കൊണ്ട് നടക്കണം. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പത്രം അങ്ങനെ കിട്ടിയാൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ അതിലൊന്ന് ജസ്റ്റ് നോക്കിയെങ്കിലും ചെയ്യുമല്ലോ. അതേപോലെ തന്നെ ഖുർആനെ നമുക്ക് ഓതാൻ അറിയില്ല എന്ന് കണ്ടത് വെക്കാതെ വുളുവൊക്കെ എടുത്തിട്ട് ഖുർആനിലേക്ക് നോക്കിയാൽ തന്നെ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ഇനി ഓതാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ അള്ളാഹു അവർക്ക് മഹത്തായ അതിൻ്റെ പ്രതിഫലം നൽകുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ ഖുർആനുമായി എപ്പോഴും ബന്ധമുള്ളവരാക്കുകയും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് തെറ്റുകൂടാതെ ഖുർആൻ ഓതുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹദീസിലാട്ടോ ഇത് വന്നിട്ടുള്ളത്, ഖുർആൻ നന്നായി തജ്വീദോടെ പാരായണം ചെയ്യുന്നവന് മഹാന്മാരായ മലക്കുകളോടൊപ്പമായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യാൻ പ്രയാസപ്പെടുകയും തടസ്സപ്പെട്ടുകൊണ്ട് ഓതുകയും ചെയ്യുന്നവന് 2 പ്രതിഫലമുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? തെറ്റുകൂടാതെ ശ്രദ്ധയോടെ തജ്വീദോടെ ഖുർആൻ പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ നിരാശപ്പെടേണ്ടതില്ല. അവർക്ക് പോലും ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അതിനാൽ ശരിയായ ഉച്ചാരണവും തജ്വീദും പഠിക്കാൻ ശ്രമിക്കുകയും സ്ഥിരമായി പരിശീലിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്.
സ്വാലിഹ് മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഖുർആനിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാം, അതുപോലെ തന്നെ ഓരോ സൂറത്തിനും വളരെയധികം മഹത്വങ്ങളുണ്ട്, ഒരുപാട് അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഒരു സൂറത്ത് ഓതിയാൽ ഇപ്പോൾ അലം നശ്റഹ് സൂറത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ഇടങ്ങാറൊക്കെ ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ കടങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ അലം നശ്റഹ് സൂറത്ത് 40 പ്രാവശ്യം നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എന്താലോചിച്ചിട്ടാണ് നമ്മൾ വിഷമിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് ഞാൻ എന്നെക്കൊണ്ട് കഴിയണം പോലെ പരമാവധി ഞാൻ ഖുർആനിൻ്റെ തജ്വീദ്, എങ്ങനെ ഖുർആൻ തെറ്റുകൂടാതെ നമുക്ക് ഓതാം, എങ്ങനെ നല്ല ശൈലിയിൽ ഓതാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ് വരും വീഡിയോയിൽ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റു വീഡിയോകളും ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നിങ്ങളെ ബന്ധുക്കളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് മരണം വരെ ഏറ്റവും നമ്മളെ കൂടെ കൊണ്ടെടുക്കേണ്ട ഒരു ഇബാദത്താണല്ലേ ഖുർആൻ പാരായണം. അതുപോലെ തന്നെ 5 വക്ത് നിസ്കാരം, ദിക്ർ, സ്വലാത്ത്, അങ്ങനെ. അപ്പോൾ ഓരോ കാര്യത്തിൻ്റെയും മഹത്വങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനൊക്കെ ഓതാനും അത് പഠിക്കാനുള്ളൊക്കെ മനസ്സും ഇതൊക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.